ഗ്രാമപഞ്ചായത്തിൽ ഡേപ്പർ നാപ്കിൻ കളക്ഷൻ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. എന്റെ പഞ്ചായത്ത് മാലിന്യമുക്തം ക്ലീൻ കൂവപ്പടി ഗ്രീൻ കൂവപ്പടിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. കൂവപ്പടി പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ജി ശെൽവരാജ് സ്വാഗതം പറഞ്ഞു. കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരിക്കൽ അധ്യക്ഷത വഹിച്ചു. ഡേപ്പർ നാപ്കിൻ കളക്ഷൻ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിനോയ് അരിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട PV സുനിൽ, മറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ, ബഹുമാനപ്പെട്ട സ്വാമിനി, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ മാലിന്യ സംസ്കരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പല രാജ്യങ്ങളെ അപേക്ഷിച്ച് മാലിന്യ സംസ്കരണ രംഗത്ത്, പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് മാലിന്യ സംസ്കരണ രംഗത്ത് നമുക്ക് വേണ്ടത്ര രീതിയിൽ 100% അത് പുരോഗമിക്കാൻ കഴിഞ്ഞിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പ്രാദേശികമായ പ്രശ്നങ്ങൾ, സ്ഥലപരിമിതി, അങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്നില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലം ലഭ്യമാണ് എന്നുള്ളതുകൊണ്ട് ആൾതാമസമില്ലാത്ത സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയും അവിടെ സംസ്കരിക്കുകയും ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രായോഗികമായി അല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഒരു പദ്ധതി ഏറ്റെടുക്കുകയും ഇവിടെയുള്ള ഡയപ്പർ വേസ്റ്റ് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. ആ ഭരണസമിതി കൊണ്ടുവന്ന പദ്ധതി അത് പൂർത്തീകരിച്ച് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള വാഹനം ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ വാഹനം ഈ പഞ്ചായത്തിൽ യാത്ര ചെയ്ത് ഡയപ്പർ വേസ്റ്റുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിവിടെ കുറിച്ചിലക്കോട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മാലിന്യ സംസ്കരണ പ്ലാനിൽ കൊണ്ടുവന്ന് അത് നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്കാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. തീർച്ചയായും മാതൃകാപരമായ പദ്ധതിയാണ്. സംസ്ഥാനത്ത് 3 പഞ്ചായത്തിൽ മാത്രമാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത്. മാലിന്യങ്ങൾ ഇനി നമ്മൾ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചാൽ അത് വന്ന് കളക്ട് ചെയ്ത് പോകുന്ന സംവിധാനമുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ഹരിതകർമ്മസേന കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നന്നായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർ ഒരു ജനങ്ങളുമായി ഫ്രണ്ട്ലി ആയി മാറിയിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏത് രംഗത്തും പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള സേനാംഗങ്ങൾ ഉണ്ടാകുന്നത് വലിയൊരു കാര്യമാണ്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ പ്രശംസിക്കുന്നു. ഈ ഒരു പദ്ധതി മാർഗമാവട്ടെ. ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. മാലിന്യ സംസ്കരണം എന്നുള്ളത് ഒരു വലിയ സംഭവമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ എമ്പാടും. ഇതിനു വേണ്ടിയിട്ട് നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമായിട്ട് പദ്ധതിയാക്കി മാറ്റുന്നതിൽ നമ്മൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിക്കാതെ വരുന്നൊരു കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ കൃത്യമായി പറഞ്ഞാൽ 2ാമത്തെ പഞ്ചായത്താണിത് സംസ്ഥാനത്ത്. പക്ഷേ അത് ഇന്ന് ഉദ്ഘാടനം നടത്തി മുന്നോട്ട് പോകുമ്പോൾ അത് 3ാമത്തെ പഞ്ചായത്തായിട്ട് മാറി എന്നുള്ളതാണ്. സംസ്ഥാനത്ത് തന്നെ ഈ മാലിന്യ സംസ്കരണത്തിലെ ഈ ഡയപ്പർ നാപ്കിൻ വേസ്റ്റുകൾ ശേഖരിച്ച് അത് സംസ്കരിക്കുന്ന രീതിയിലേക്ക് അതിൽ എറണാകുളം ജില്ലയിലുള്ള പ്രത്യേകത, അതിൽ 1ാമത്തെ പഞ്ചായത്തായിട്ടാണ് കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് ഈ മേഖലയിൽ കൈവരിച്ചിരിക്കുന്ന നേട്ടം. സത്യത്തിൽ ഇത് കഴിഞ്ഞ 20-25 കാലഘട്ടത്തിലെ ഭരണസമിതിയുടെ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൻ്റെ തുടക്കം എന്നോണമാണ്, അതിൻ്റെ പൂർത്തീകരണമാണ് ഈ 25-30 ഭരണസമിതി കാലഘട്ടത്തിൽ അത് നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിലുണ്ടായ ഭരണസമിതിയും അന്ന് ഉണ്ടായിരുന്ന സെക്രട്ടറിയും പ്രശാന്ത് സാറുമായിരുന്നു ഇതിൻ്റെ തുടക്കം എന്നുള്ളത്. ഈ പദ്ധതി നടപ്പിലാക്കുവാൻ ഏകദേശം കേവലം നമുക്ക് വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് 35-40 ലക്ഷം രൂപ തുക നമുക്ക് ആവശ്യമായി വരും. പക്ഷേ ഇത് നമ്മളുടെ പഞ്ചായത്തിൽ തന്നെ നടപ്പിലാക്കിയിട്ട് മറ്റൊരു വലിയ നേട്ടമായിരുന്നു ക്രിമിറ്റോറിയം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്രിമിറ്റോറിയത്തിൻ്റെ താഴത്തെ നില രൂപകൽപ്പനയിലുണ്ടായ ഒരു അടിസ്ഥാനപരമായി രൂപകൽപ്പന ചെയ്തപ്പോൾ ഉണ്ടായ ഗുണത്തിൽ നിന്നാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അങ്ങനെ ക്രിമിറ്റോറിയത്തിൻ്റെ താഴത്ത് തന്നെ ഇതിന് നില ഉണ്ടാക്കിയെടുക്കുകയും അതിന് വേണ്ടിയിട്ട് വേറെ ഗേറ്റ് വെച്ച് അത് വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്ത് പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അതിന് ചിലവ് വന്നത് ഏകദേശം 15 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ്. ഒരു 35-40 ലക്ഷം രൂപയുടെ തുക അതിന് ചിലവ് വരേണ്ടിയിരുന്നൊരു സ്ഥാനത്ത് ഒരു 15 ലക്ഷത്തിൽ താഴെ മാത്രം തുക ചിലവഴിച്ചാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്കൊരു 30 രൂപ പ്രകാരമാണ് ഒരു വീട്ടിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നത്.
ഇത് ഒരു മണിക്കൂറിൽ 60 കിലോ എന്ന രൂപത്തിൽ നമുക്ക് അവിടെ സംസ്കരിക്കാൻ സാധിക്കും. അത് ഒരു ദിവസം നമ്മൾ അത് കണക്ക് കൂട്ടുമ്പോൾ 500 കിലോ വരെ നമുക്ക് ഇത് സംസ്കരിക്കുന്നതിനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഈ യൂണിറ്റിന് നിലവിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്ന എന്താണോ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന എന്താണോ അതിൻ്റെ യഥാർത്ഥ ഭാഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഇപ്പോൾ കൂപ്പിടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയും കഴിഞ്ഞ ഭരണസമിതിയൊക്കെ ശ്രമിച്ചതും അത് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇതിപ്പോൾ നിലവിൽ ഈ പഞ്ചായത്തിൽ നമുക്ക് കിട്ടുന്ന വേസ്റ്റുകളാണ് കത്തിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സംസ്കരിക്കുന്നതെങ്കിൽ ഭാവിയിൽ ഭരണസമിതിയുമായിട്ട് ആലോചിച്ച് മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകൾ കൂടി അത് വില ഈടാക്കി തന്നെ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഭരണസമിതിയായിട്ട് ആലോചിച്ചെടുക്കാവുന്ന തീരുമാനങ്ങളായിട്ട് ഞങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ MCFൻ്റെ ഒരു വലിയ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്രവർത്തനം സജ്ജമാവുന്നതിൻ്റെ പാതയിലാണ്. അവിടെ അത് മാലിന്യ സംസ്കരണത്തിൻ്റെ മറ്റൊരു നേട്ടമായിട്ട് അത് പൂർത്തീകരിക്കുന്നതോടുകൂടി മാറും. അതിന് വേണ്ടിയിട്ടൊരു 8000-ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബിൽഡിങ് 4000-ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബിൽഡിങ്ങിൻ്റെ പണിയിലാണ്. അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു വലിയ നേട്ടമായിട്ട് മാറും. അതുപോലെ തന്നെ ഒരു ഫുഡ് വേസ്റ്റ്, അതായത് നമുക്കിപ്പോൾ അതിന് മാത്രമായിട്ടാണ് സൗകര്യമില്ലാത്തത്, അതിനെപ്പറ്റി കൂടി ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കി ഭരണസമിതിയുടെ അംഗീകാരത്തോടു കൂടി അടുത്ത വർഷത്തെ പദ്ധതിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പഞ്ചായത്ത് ഭരണസമിതി റവന്യൂ വകുപ്പുമായി ആലോചിച്ച് അവർക്ക് റിക്വസ്റ്റ് കൊടുത്ത് അത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. അത് മാലിന്യം പ്ലാസ്റ്റിക് ആയാലും ഈ പറയുന്ന ഡൈപ്പർ ആയാലും ഫുഡ് വേസ്റ്റ് ആയാലും എന്തായാലും അത്തരത്തിലുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിലൂടെയാണ് നമുക്ക് ഒരു വലിയ പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയുള്ള മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ ഒരു പ്രസിഡന്റ് എന്ന രൂപത്തിൽ എനിക്ക് പറയാനും ഓർമ്മപ്പെടുത്താനുമുള്ളത്. പഞ്ചായത്ത് സെക്രട്ടറി ജിനേഷ്, മുൻ പഞ്ചായത്ത് സെക്രട്ടറി പ്രശാന്ത്, ഡെപ്യൂട്ടി ഡയറക്ടർ വിധു എ മേനോൻ എന്നിവർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു പഞ്ചായത്ത് ആദ്യമായിട്ടാണ് ഒരു സാനിറ്ററി നാപ്കിൻ്റെ ഒരു യൂണിറ്റ് ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം ഇന്ന് വാഹനം കൂടി ലഭിച്ച് നടക്കുന്നതെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അതുകൊണ്ടാണ് നമ്മളിവിടെ വേഗം എത്തി ഇതിൽ പങ്കെടുക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക താല്പര്യം നമ്മുടെ LSGDയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ് ഒരു വലിയ പ്രയത്നത്തിലാണ് LSGDയും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളെല്ലാവരും ചേർന്ന്. അപ്പോൾ അതിലിതൊരു വിജയകരമായി നടക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ സജീവമായതോടു കൂടിയിട്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ ശേഖരണവും സംസ്കരണവും സജീവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പുറത്തേക്ക് പിന്നീട് വലിച്ചെറിയപ്പെടുന്നതായിട്ട് ഈ സാനിറ്ററി വേസ്റ്റ്, അഡൽട്ട് ഡയപ്പർ, ചൈൽഡ് ഡയപ്പർ, അതുപോലെ സാനിറ്ററി നാപ്കിനുകളൊക്കെ വഴിയിലും തോട്ടിലും കുളങ്ങളിലുമൊക്കെ വലിച്ചെറിയപ്പെടുന്നതായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അത് സംസ്കരിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിന്, അതിനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് തീരുമാനിക്കുകയും അങ്ങനെ മാലിന്യ സംസ്കരണ മേഖലയ്ക്ക് അനുവദിച്ച് ലഭിക്കുന്ന തുക വകയിരുത്തിക്കൊണ്ട് നിലവിലുള്ള ക്രെമറ്റോറിയത്തിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഡയപ്പർ യൂണിറ്റ് സ്ഥാപിക്കാനായിട്ട് ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുക്കുകയും അത് സർക്കാർ ഏജൻസി മുഖേന അത് നിർവഹണം നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ 1/3 തുകയ്ക്ക് നമുക്കത് നിർവഹണം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് കാരണം ക്രെമറ്റോറിയത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഈ ഡയപ്പർ യൂണിറ്റിന് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇത് മാലിന്യ സംസ്കരണ ബോർഡിൻ്റെ അനുമതി വാങ്ങി തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും എല്ലാ സ്റ്റിപ്പുലേഷൻസും പാലിച്ചുകൊണ്ടുള്ള യൂണിറ്റാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 60 കിലോഗ്രാം വരെ സംസ്കരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്ലാന്റാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഭാവിയിൽ വികസനവും സാധ്യമാവുന്ന രീതിയിലാണ് അതിൻ്റെ നിലവിലുള്ള ലേഔട്ടൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോയിട്ട് ഈ സംരംഭം വൻ വിജയമായിട്ട് തീരട്ടെ. നാട്ടിലെ മാലിന്യം വലിച്ചെറിയപ്പെടുന്ന സംസ്കാരം വളരെയധികം കുറഞ്ഞു വരട്ടെ എന്ന് ആശംസിക്കാൻ നിർത്തും. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ ഹരിതകർമ്മസേന വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ വീടുകളിൽ നിന്നും നിലവിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടാതെ ഇപ്പോൾ ഇന്ന് മുതൽ ഡയപ്പറും നാപ്കിനും കൂടി കളക്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ തോടുകളിലേക്കും പാടങ്ങളിലേക്കൊക്കെ ഇത് വലിച്ചെറിയുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ക്രെമറ്റോറിയത്തിൽ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇത് പണിതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ് തന്നെ നമുക്കിത് യൂണിറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞു. നമ്മുടെ റേറ്റ്കോ ആണ് സ്ഥാപിച്ചത്. ഏകദേശം 15 ലക്ഷം രൂപയോളം ചിലവ് വന്നു. ഇതൊരു
ഡബിൾ ചേമ്പർ ഇൻസിനറേറ്റർ മോഡലാണ്. അതായത് ഗ്യാസ് ഉപയോഗിച്ചാണ് ഇത് കത്തിക്കുന്നത്, ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ MCFൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സർക്കാർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടു തന്ന ഭൂമിയിൽ ഒരു 50 സെൻറ്റ് സ്ഥലം നമുക്ക് വിട്ടു തന്നു. അതിൽ MCFൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ചേർന്ന് തന്നെ കൂടുതൽ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഭക്ഷ്യവസ്തുക്കളുടെ സംസ്കരണത്തിനൊക്കെ ആയിട്ട് പുതിയൊരു പ്ലാന്റ് തുടങ്ങാൻ ഒരു ആലോചന ഭരണസമിതിക്കുണ്ട്. അതിനും കൂടുതൽ സ്ഥലം വിട്ട് കിട്ടുകയാണെങ്കിൽ അതും പഞ്ചായത്ത് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഈ ഡയപ്പർ യൂണിറ്റിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ ഉദ്ഘാടനം ഇപ്പോൾ ഈ ഭരണസമിതിയായി. ഇപ്പോൾ ഡയപ്പർ യൂണിറ്റ് കൂടാതെ അതിൻ്റെ ഒരു കളക്ഷൻ വാഹനവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും പോയി കളക്ട് ചെയ്യും. കിലോഗ്രാമിന് 30 രൂപ വെച്ചാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഹല്യ, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സിന്ധു അരവിന്ദ്, ബിബിൻ കോട്ടക്കുടി, TO ജോർജ്, ബ്ലോക്ക് മെമ്പർ അനു അബീഷ്, ജോഷി സി പോൾ, സ്റ്റെല്ല സാജു, നിഷ ബൈജു, വാർഡ് മെമ്പർമാരായ നിത PS, സൗമ്യ സുഭാഷ്, റോസ്മേരി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തോപ്പിലൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൂവപ്പടി.